ഹലോ, ലെച്ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പാലട പായസം വെക്കുന്നതാണ് കേട്ടോ കാണിച്ചു തരുന്നത്. മോൻ്റെ പിറന്നാളിന് ഞാൻ പായസം വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ അതിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിറന്നാളിൻ്റെ കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണം. അപ്പോൾ ഞാൻ 1.5 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. 300 ഗ്രാം പാലട മിക്സാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. അതിലേക്ക് 1.5 ലിറ്റർ പാലും 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ മാത്രം നമുക്ക് ഇതിലേക്ക് പാലട ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. തിളയ്ക്കാതെ ഒരിക്കലും ഇട്ട് കൊടുക്കരുത്. അപ്പോൾ നമ്മുടെ പാലൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാലട മിക്സ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഒന്നും വേറെ ചേർക്കണ്ട കേട്ടോ. അതിൽ പഞ്ചസാര ഉണ്ട്, അണ്ടിപ്പരിപ്പ് ഉണ്ട്, മുന്തിരി ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്കിത് ഇളക്കി കൊടുക്കേണ്ട ആ ഒരു സമയം മാത്രമേ ഉള്ളൂ, വേറെ ഒരു ചിലവും ഇല്ല. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ടിത് വെന്ത് കുറുകി വരണം, അപ്പോഴാ പായസത്തിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതൊന്ന് പകുതി വേവാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മിൽക്ക് മെയ്ഡ് ഒഴിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇത് അത്യാവശ്യം മധുരം എല്ലാം ഉണ്ട്. പിന്നെ ചെറുതായിട്ടൊരു കൊഴുപ്പിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ പായസമൊക്കെ ഇവിടെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഇത് നല്ലോണം ഒന്ന് കുറുകി വരണം കേട്ടോ. നല്ലോണം കുറുകുമ്പോഴാണ് ഈ പായസത്തിന് ടേസ്റ്റ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് പാലട വേറെ ആയിട്ട് കിടക്കും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ പാലടയൊക്കെ ഇതാ വെന്തിട്ടുണ്ട് കേട്ടോ. വെന്തിട്ട് കാര്യമില്ല, അത് കുറച്ചും കൂടി നന്നായിട്ട് കുറുകി വരണം കേട്ടോ. അപ്പോഴതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. ഞാൻ ഇപ്പോഴാണ് കേട്ടോ നെയ്യ് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിതിലേക്ക് ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും വറുത്തിടേണ്ട ആവശ്യമില്ല, അതെല്ലാം ഇതിൽ തന്നെ ഉള്ളത് കൊണ്ട് ഇനി നമുക്ക് വേറെ എക്സ്ട്രാ നെയ്യ് ഒഴിച്ച് വറുത്തിടേണ്ട കാര്യമൊന്നുമില്ല. അപ്പം നമ്മുടെ പായസമൊക്കെ ഇവിടെ റെഡിയായി വന്ന് തീയൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാട്ടോ. ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. താങ്ക്